ജനാധിപത്യത്തിന്റെ കറുത്ത ഏടായി അടയാളപ്പെടുത്തിയ രാജ്യത്ത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കൂടി വഴിമരുന്നിട്ട അടിയന്തരാവസ്ഥയ്ക്ക് ജൂൺ 25-ന് 50 വയസ്സ് തികയുന്നു. അന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട ജനസംഘം പിന്നീട് രൂപാന്തരം പ്രാപിച്ച് BJP ആയി മാറി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നു. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് ആകട്ടെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളതും ഈ വാർഷികത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. പൗരാവകാശങ്ങൾ വിലക്കിയും മാധ്യമങ്ങൾക്ക് കർശന സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയും പ്രതിപക്ഷ നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചുമൊക്കെ നടത്തിയ വലിയ ജനാധിപത്യ ധ്വംസനത്തിന്റെ കഥകളുമായാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികം വീണ്ടും ചർച്ചയാകുന്നത്. അതിനുശേഷം അടിയന്തരാവസ്ഥ മാറിയതിനു ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘം അധികാരത്തിൽ വന്നതും ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടതും എല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാഴികക്കല്ലാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ വേരൂന്നാൻ സഹായകമായത്. മായാക്കറയായി അവശേഷിക്കുന്ന അടിയന്തരാവസ്ഥ ഇന്നും കോൺഗ്രസിന് വലിയ ബാധ്യതയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയത് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ അടിയന്തരാവസ്ഥ ഒരു ആയുധമാക്കി പ്രയോഗിക്കുന്നുണ്ട് കോൺഗ്രസിനെതിരെ. അന്ന് അതായത് നെഹ്റുവിൻ്റെ കാലഘട്ടം, പിന്നെ മാത്രമല്ല കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായ ഇന്ദിരാഗാന്ധി, ഇവരുടെ എല്ലാം പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യ സംരക്ഷണ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിനോട്ട് കഴിയുന്നുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അന്നത്തെ യുവാവ് ഇന്ന് 50 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു രാത്രി വാതിലിലെ മുട്ടുകേട്ടാണ് അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുന്നത്. കതക് തുറന്ന് നോക്കിയപ്പോൾ വീടിന്റെ മുമ്പിൽ കാക്കിപ്പട. പോലീസിനെ കൂസാതെയുള്ള ഭാവം കണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട്. ഒരു ഭാവഭേദവുമില്ലാതെ അകത്തുപോയി ഷർട്ട് ധരിച്ച് പിണറായി വിജയൻ പോലീസിനൊപ്പം നീങ്ങി. കൊടിയ മർദ്ദനങ്ങളിലേക്കുള്ള യാതനകളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട 10 പ്രതിപക്ഷ MLA-മാരിൽ ഒരാളായിരുന്നു പിണറായി വിജയൻ. ലോക്കപ്പ് മുറിയിലെ ഇരുട്ടിൽ തുടങ്ങിയ ആ മർദ്ദനം മനുഷ്യത്വത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിരുന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് 1970 പിണറായി വിജയൻ നിയമസഭയിൽ എത്തുന്നത്. അടിയന്തരാവസ്ഥ ഇടയ്ക്ക് വെച്ച് പ്രഖ്യാപിച്ചതിനാൽ ആ മന്ത്രിസഭ 77 വരെ നീണ്ടു. 1977 മാർച്ച് 30 പിണറായി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയുടെ നേർസാക്ഷ്യമായി. രക്തക്കറ പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു പിണറായിയുടെ പ്രസംഗം. പോലീസിന്റെ ക്രൂരത ആ ശരീരത്തിൽ ഏൽപ്പിച്ച പാടുകളുടെ നേർസാക്ഷ്യമായിരുന്നു ആ ഷർട്ട്. K. കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. ആ പ്രസംഗത്തിൽ പിണറായി വിവരിച്ചത് സ്വന്തം അനുഭവം മാത്രമായിരുന്നില്ല, ആ കാലഘട്ടത്തിലെ അടിച്ചമർത്തലിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ സാക്ഷ്യപത്രമായിരുന്നു. നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, പക്ഷേ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലാൻ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയമായി ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കരുത്, ഇതാർക്കും ഭൂഷണമല്ല, പിണറായി K. കരുണാകരനോട് പറഞ്ഞു. ഞാൻ ലോക്കപ്പ് മുറിയിലേക്ക് കടന്നു പായിട്ടിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, ലോക്കപ്പ് മുറി അടച്ചു. മുന്നിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. മങ്ങിയ വെളിച്ചം മാത്രം. 2 ചെറുപ്പക്കാർ. ആ സ്റ്റേഷനിലുള്ളവരല്ല എന്ന് മനസ്സിലായി, പുറത്തുനിന്ന് പ്രത്യേകം കൊണ്ടുവന്നവരാണ്. ഒരാൾ വന്ന് ചോദിച്ചു, എന്താടോ പേര്? വിജയൻ. എന്ത് വിജയൻ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് അവർ അടി തുടങ്ങുകയായിരുന്നു. 2 പേർ ആദ്യം അടിച്ചു, പിന്നീട് 3 പേർ കൂടി ചേർന്നു. അങ്ങനെ 5 പേരായി. തല്ലിന്റെ മാതിരി പറയേണ്ടതില്ലല്ലോ, കേരളത്തെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം ഊഹിക്കാവുന്നതാണ്. എല്ലാ രീതിയിലും തല്ലി, പല ഘട്ടങ്ങളിലായിട്ട്, പല പ്രാവശ്യമായിട്ട്. ഞാൻ വീഴുന്നത് വരെ തല്ലി. അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. പൂർണ്ണമായിട്ടും വീണു. വീണ ശേഷം അവർ മാറി മാറി ചവിട്ടി. എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രയും ചവിട്ടി. ഞാൻ പിറ്റേ ദിവസം വരെ അങ്ങനെ കിടന്നു. അതിനിടയ്ക്ക് ഷർട്ട് പോയിട്ടുണ്ട്, മുണ്ട് പോയിട്ടുണ്ട്, ബനിയൻ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, എടുത്താണ് ജീപ്പിൽ കയറ്റിയത്. ഡെപ്യൂട്ടി ജയിലറോട് ഞാൻ പറഞ്ഞു, ദേഹത്ത് അടി കിട്ടിയതിൻ്റെ പാടുകളുണ്ട്, അത് രേഖപ്പെടുത്തണം. അപ്പോൾ ഡെപ്യൂട്ടി ജയിലർ പറഞ്ഞു, വൂൺസ് ഇഞ്ചറി ഉണ്ടെങ്കിൽ മാത്രമേ രേഖപ്പെടുത്താൻ പറ്റൂ. ഞാൻ ഷർട്ട് നീക്കി കാണിച്ചു. കണ്ടാൽ ആർക്കും മനസ്സിലാകും, എന്നാൽ അയാൾ വൂൺസ് ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇടത്തെ കാലിൻ്റെ അടിഭാഗം പൊട്ടിയിരിക്കുകയായിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി ജയിലർ അത് വൂൺസ് അല്ല എന്ന് പറഞ്ഞ് രേഖപ്പെടുത്താൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം ഡോക്ടർ വന്ന ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പ്ലാസ്റ്റർ ഇട്ടു. മാസങ്ങളോളം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം. ഇത്രയും കഷ്ടപ്പാടുകൾ നേരിട്ട, ഫാസിസത്തെ നേരിട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്?
ഇന്ന് ഒരു കരിങ്കൊടി പ്രതിഷേധം പോലും സഹിക്കാൻ കഴിവില്ലാത്ത അസഹിഷ്ണുവായി മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർ, കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്താണ്. തൻ്റെ ഗുണ്ടാപ്പടയായ ഡിവൈഎഫ്ഐയെ വിട്ട് ചെടിച്ചട്ടിയും ഹെൽമറ്റ് ഉപയോഗിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് ആ കൊലപാതക ശ്രമത്തെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ന്യായീകരിച്ചു. അപ്പോൾ ഫാസിസം നേരിട്ട് അനുഭവിച്ചവർ ഫാസിസ്റ്റുകളായി മാറുന്ന ദയനീയ കാഴ്ച. എന്താണ് നിങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യൂ.